വിളങ്ങിയിടാൻ ധനകാര്യമന്ത്രി തന്നെ എന്ന് പറയുന്ന ഒരു പാട്ടിനൊക്കെ സ്കോപ്പുണ്ട്. പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല. ഏറ്റവും കാര്യമായി തിങ്ക് ടാങ്ക്, ജെൻസി പോലെയുള്ള ഒരുപാട് വാക്കുകൾ മുൻപ് ബജറ്റുകളിൽ കേട്ടിട്ടില്ലാത്ത വാക്കുകൾ കേട്ട ഒരു ബജറ്റ് ആകുകൊണ്ട് തന്നെ ഇത് കാലത്തിനൊപ്പം നിൽക്കുകയും കാലത്തിന് മുന്നേ സഞ്ചരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ബജറ്റാണ്. ഈ ബജറ്റ് ഞാനും ഏറ്റവും ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു, സ്നേഹിക്കുന്നു. അരിയാഹാരം കഴിക്കുന്ന മലയാളി എന്ന പ്രയോഗം നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും മലയാളിയെ ഇത്രയധികം അരി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമായ പാലക്കാടുള്ള നെല്ല് കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് എനിക്ക് മുമ്പ് ശ്രീ VT ബൽറാമും സുമേഷും ഒക്കെ സംസാരിച്ചതുകൊണ്ട് ഒരിക്കൽ കൂടി ആവർത്തിച്ച് ഞാൻ സമയത്തെ അപഹരിക്കുന്നില്ല. എങ്കിലും ഈ ബജറ്റിൽ സാറായി നെല്ല് കർഷകരുടെ പ്രശ്നങ്ങൾക്ക് ഒരു സീസണൽ പ്രശ്നമല്ലാതെ ഒരു ശാശ്വത പരിഹാരം കാണുമെന്നൊരു വാക്കുണ്ടായിരുന്നു എന്നത് പാലക്കാടുള്ള ആളുകളെല്ലാം ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. അത് വലിയ സന്തോഷം. ഒപ്പം കലാമേഖലയിൽ നിന്നും വന്ന ഒരാളെന്ന നിലയിൽ ചലച്ചിത്ര മേഖലയ്ക്ക് വ്യവസായ സ്ഥാനം, ടൂറിസത്തിനും ചലച്ചിത്രത്തിന് നൽകിയ വ്യവസായിക സ്ഥാനം വ്യവസായമായി പ്രഖ്യാപിച്ചതും അതിന് തന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ സമയം നന്ദി പറയാൻ കൂടി ആഗ്രഹിക്കുകയാണ്. ഒപ്പം എന്റെ ഗുരുനാഥൻ കൂടിയായ സലീമേട്ടന് 1 കോടി രൂപയുടെ ഒരു സ്മാരകം പണിയും എന്ന് പറഞ്ഞു. പക്ഷെ പലർക്കും സാമൂഹ്യ മാധ്യമങ്ങളിൽ പെട്ടെന്ന് ഈ സ്മാരകം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ പ്രതിമ എന്നുള്ള രീതിയിലാണ് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് ഇതിന്റെ ആവശ്യകത എന്തെന്ന് പലരും ചോദിക്കുന്നുണ്ട്. അത് ജനോപകാരപ്രദമായ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കുമെന്നുള്ളത് നമുക്ക് വൈകാതെ തന്നെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞാൽ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഈ തെറ്റിദ്ധാരണ നമുക്ക് മാറ്റാൻ കഴിയും. ഇന്നീ